ഹായ് ഹലോ നമസ്കാരം. രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ചെമ്മീൻ കൊണ്ടുള്ള, അതായത് ഉണക്കച്ചെമ്മീനിൻ്റെ പൊടിച്ചെമ്മീൻ കൊണ്ട് ഒരു ചമ്മന്തിപ്പൊടി എല്ലാവർക്കും അറിയാം എന്നുള്ള ഒരു റെസിപ്പിയാണ്. കാരണം എല്ലാവരും പല പ്രാവശ്യം വീടുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടി. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണക്കച്ചെമ്മീനുണ്ട്, തേങ്ങ ചിരകിയതുണ്ട്. ഉണക്കച്ചെമ്മീൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയുടെ പകുതി തേങ്ങ മതി. ഇപ്പോൾ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം 3 കപ്പ് ഉണക്കച്ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അതുപോലെ കുരുമുളക്, മല്ലി, മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, ഉണക്കമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെന്താണ് പൊരിക്കടല നോർമലി ഉണക്കച്ചമ്മന്തിക്കൊന്നും ചേർക്കത്തില്ല, പക്ഷേ ഞാനിവിടെ അതുകൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. കൂടാതെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം, പിന്നെന്താണ് ഉപ്പ് വേണം. ഇത്രയുമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. സ്റ്റൗ ആദ്യം കത്തിക്കാം. പാത്രം നന്നായിട്ട് ചൂടാകട്ടെ. നോർമലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി കൂടെ അരിഞ്ഞിട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ കുറച്ച് ദിവസം കൂടുതൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഇവിടെ ചേർക്കുന്നില്ല. കറിവേപ്പില, ചെറിയ ഉള്ളി ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് തേങ്ങ ഇടാം. അപ്പോൾ നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് ചുമന്ന് നന്നായിട്ട് വറന്ന് വരണം. തേങ്ങയുടെ വെള്ളം വറ്റുന്ന സമയത്ത്, അതായത് നമുക്കറിയാൻ പറ്റും തേങ്ങയ്ക്ക് കുറച്ച് ഈർപ്പം ഉണ്ടായിരിക്കും. അത് വറ്റുന്ന സമയത്ത് നമുക്ക് ഉണക്കമുളകും, മല്ലി, പിന്നെ അതുപോലെയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇത് വയ്ക്കാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം ഫ്ലെയിം കൂട്ടി വയ്ക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് ആയി കിട്ടും, പക്ഷേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പതിയെ ഇപ്പോൾ വീട്ടിൽ വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പുളി ഇടാം. പുളി ഓരോരുത്തരുടെയും പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളകും മല്ലിയും ഏകദേശം 2 ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു 3 to 4 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക്, ഞാനൊരു 20 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ വറ്റൽമുളക് കൂടെ ചേർക്കാം. നമ്മുടെ തേങ്ങയും ഉണക്കമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിപ്പൊടിയല്ല മല്ലിയും അതുപോലെ കുരുമുളകും എല്ലാം കൂടി നന്നായിട്ട് എന്താ പറയുന്നത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം സമയം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിലാണ് ചിലപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് കിട്ടും. അതിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പതിയെ ഇത് കുക്ക് ചെയ്തെടുക്കുക. നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറകടുപ്പാണ്. വിറകടുപ്പിൽ നമ്മൾ കുറേ നേരമായിട്ട് കനലിലിട്ട് ഇത് ശരിക്കും പ്രിപ്പയർ ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടാണ് ചമ്മന്തിപ്പൊടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് നെത്തോലി വെച്ചിട്ട് ചെയ്യാം. അതുപോലെ അങ്ങനെയുള്ള എന്താ പറയുക ട്യൂണ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, ഉണക്ക ആയിട്ടുള്ള ചൂര ഏത് വേണമെങ്കിലും. പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി മുള്ളുള്ള ഐറ്റംസ് പറ്റത്തില്ല, മുള്ളില്ലാത്ത ഐറ്റംസ് അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാ മീനിലും നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ തേങ്ങയുടെ കൂടെ തന്നെ ഈ ഫിഷ് കൂടെ ഡ്രൈ ഫിഷ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കപ്പോൾ ഈ ട്യൂണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇതിൽ പ്രശ്നമില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണക്കച്ചെമ്മീനും കൂടാം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് തയ്യാറായി കിട്ടും. സാധാരണ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കും, പക്ഷെ എന്നാലും ഡിമാൻഡ് കൂടുന്നത് എല്ലാവരും പുറത്ത് പോകുമ്പോഴാണ്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ എനിക്കിപ്പം നമ്മുടെ കിച്ചണിൽ ഓർഡർ വരാറുണ്ട്, കാരണം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചിട്ട്. അതുപോലെ ബീഫ് ഫ്രൈ, ചമ്മന്തിപ്പൊടി ഇതൊക്കെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് ഉള്ള റിക്വസ്റ്റ് വരും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഞാൻ ഉള്ളി അങ്ങ് ഒഴിവാക്കും. ഉള്ളി ഇടുമ്പം പെട്ടെന്ന് ചീത്തയായിപ്പോവും, അപ്പോൾ ഉള്ളി അങ്ങ് ഒഴിവാക്കും, എന്നിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എന്താ പറയുന്നത്, ഈ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയോ അല്ലാതെ ഫിഷ് ബേസ്ഡ് ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയോ അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. വെറുതെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഉഴുന്ന പരിപ്പ് അല്ലാതെ പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഒരുവിധം നല്ല ചുമന്ന് വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇത്രയൊന്നും പോരാ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കാരണം ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എല്ലാ ഭാഗങ്ങളും ഒരേപോലെയാണ് ചുമന്ന് വരുന്നത്. അല്ലാതെ എന്താ പറയുക അടിഭാഗം ഭയങ്കര കരിഞ്ഞിട്ടൊന്നുമില്ല, ചട്ടിയിലൊന്നും പിടിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ്, നമ്മൾ സ്ലോ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. സ്ലോ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഭയങ്കര കൂടുതൽ, അച്ചര മെനക്കെട്ട പണിയാണ്. പക്ഷെ എന്നാലും സ്ലോ കുക്കിംഗ് ഒരു നല്ല ഓപ്ഷനാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്ക് രുചി കൂടാനായിട്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മതി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ നമ്മുടെ ചമ്മന്തി പൊടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ വറുക്കുന്നത് കണ്ടാൽ ഭയങ്കര ഭംഗിയാണ്, കാരണം നല്ല കളർഫുള്ളാണ്. ഒരു യെല്ലോയിഷും പിന്നെ മുളകിൻ്റെ ആ ഒരു റെഡിഷ് കളറും കറിവേപ്പിലയുടെ പച്ച കളറും
പുളിയുടെ കറുപ്പും എല്ലാം കൂടി ചേർത്ത് ഭയങ്കര ഒരു കളർഫുള്ളായിട്ടുള്ള സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ കുറച്ച് ടൈമും കൂടി എടുക്കും ടേസ്റ്റ് വരണ്ടേ. മാത്രമല്ല ഈ കളർഫുൾ എന്ന് മാത്രമല്ല നല്ല ഒരു മണം വരുന്നുണ്ട്, ഭയങ്കര മണം, നല്ല എന്താ പറയണേ മസാലയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എടുത്തു വെച്ച് പൊരിക്കടല. അപ്പോൾ പൊരിക്കടല ഇതുവരെ നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാകത്തില്ല, അപ്പോൾ അതുകൂടെ അങ്ങോട്ട് കൊടുക്കാം. അത് വലുതായിട്ട് എന്താ പറയുന്നത് ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി നല്ല ഫ്രൈ ആയിട്ട് ഉണങ്ങിയിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിങ്ങനെ കിടന്നോട്ടെ. ഇനി ഇതിൻ്റെ കൂടെ ഇടാനുള്ളത് നമ്മുടെ ഉണക്കച്ചമ്മീൻ. എപ്പോഴും ഇടുമ്പം ആലോചിച്ചോണം, ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തേങ്ങ കൂടുതലും ചെമ്മീൻ കുറവും ഇടരുത്. അങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്കൊരു ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചിട്ടാൽ മതിയായിരുന്നു, കാരണം കിട്ടുന്ന സാധനങ്ങൾ അത്രയും ക്വാളിറ്റി ഉള്ളതായിരുന്നു. ഇപ്പോൾ നമുക്ക് അത്രയും എന്താ പറയുന്നത് അത്രയും പ്യുവറായിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടാനില്ല. ഇതൊരുവിധം നല്ലതാണ്, നല്ല എന്താ പറയുന്നത് അധികം അഴുക്കൊന്നും ഇല്ലാത്ത ചെമ്മീനാണ്. ഈ ശരിക്കും ചെമ്മീനെന്നല്ല പറയുന്നത്, കൊഞ്ചുപ്പൊടിയാണ്. ശരിക്കും കൊഞ്ചുപ്പൊടി എന്നാണ് പറയാനുള്ളത്. ഞാൻ പിന്നെ ചെമ്മീനെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെ ചട്ടി നിറച്ച സാധനങ്ങളായി. നല്ല മണം വരുന്നുണ്ട്, കാരണം നേരത്തെ വേറൊരു മണമായിരുന്നു. ഇപ്പോൾ ഈ ചെമ്മീൻ്റെ പൊടിയും കൂടെ ചേർത്തപ്പോൾ കുറച്ചുകൂടെ നല്ല മണം വരുന്നുണ്ട്, ഭയങ്കര മണമാണ്. അപ്പോൾ അതേ നന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണ വേണം, പിന്നെ തേങ്ങ വേണം. തേങ്ങ എടുക്കുന്നതിൻ്റെ ഇരട്ടി അളവിൽ നമുക്ക് ഈ ചെമ്മീൻ പൊടി, അതായത് ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ചുപൊടി അത് വേണം. പിന്നെന്താണ് പൊരിക്കടല വേണം, മല്ലി, കുരുമുളക്, പിന്നെന്താ വറ്റൽമുളക് വേണം. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ പുളി വേണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുന്നത് തേങ്ങ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കുക. തേങ്ങയുടെ ആ ഒരു പച്ചപ്പ് മാറുന്ന സമയത്ത്, അതായത് വെള്ളം കുറച്ച് വലിയുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പിന്നെ കറിവേപ്പില ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വന്നിട്ട് ഇഷ്ടം പോലെ ഇടാം, ഒരു കുഴപ്പമില്ല. എത്രത്തോളം കൂടുതലാണോ അത്രയും നല്ലതാണ്, ഹെൽത്തിയുമാണ്. പിന്നെ അത് നന്നായിട്ട് നമ്മൾ വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് മല്ലി, കുരുമുളക്, അതുപോലെ വറ്റൽമുളക് കുറച്ചൊന്ന് പിച്ചി ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, നന്നായിട്ട് പിച്ചി തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പൊരിക്കടല ഇടാം. പിന്നെ നമ്മുടെ ചെമ്മീൻ്റെ പൊടി, കൊഞ്ചാണ് എടുത്തേക്കുന്നത്, കൊഞ്ചുപൊടി അത് ചേർത്ത് കൊടുക്കാം. ഇത് ഈസി ആയിട്ട് അവൈലബിൾ ആണ്, കടകളിലൊക്കെ നമുക്ക് കിട്ടും. മാർക്കറ്റിൻ്റെ സൈഡിലൊക്കെ പോകുമ്പോൾ ഇതിന് വേണ്ടി തന്നെ ഉള്ള എന്താ പറയുക ചെമ്മീൻ വിഭവങ്ങളും അതുപോലെ ഈ എന്താ പറയുക ഉണക്ക മത്സ്യങ്ങൾ ഉള്ള ഷോപ്പുകളുണ്ടാവും, അവിടെ നിന്ന് വാങ്ങിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഈ ഡ്രൈ ഫിഷ് അവൈലബിളാണ്, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം ഇനി ഇല്ലായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു, റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റെഡി ആയിട്ടിരിക്കുന്ന സാധനം എന്നിട്ട് ഞാൻ ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇളക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അടിയിലുള്ള ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു അബദ്ധം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ തന്നെ വെച്ചേക്കും, തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചെയ്യരുത്. ഒരു പാത്രത്തിലോട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറിലോട്ട് പിന്നെ അങ്ങ് കുടഞ്ഞിടുക. എന്നിട്ട് അവിടെ ഇരുന്ന് ഇത് തണുക്കാനായിട്ട് അനുവദിക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഞാൻ പ്ലാസ്റ്റിക് പാത്രത്തിൽ മാറ്റിയെന്ന് വിചാരിക്കുന്നത്, പ്ലാസ്റ്റിക് അല്ല, ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. പതിയെ മാറ്റാം.
അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ചൂടാണ്, അപ്പോൾ കുറച്ച് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ കൊഞ്ചുപൊടി നന്നായിട്ട് ചമ്മന്തി പൊടിക്കാനുള്ള ആ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. തണുത്തിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കണ്ട നല്ല കരിമുരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കണ്ട കിളിക്കുമ്പോൾ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഞാനിനി ഇതിനെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വരാം. ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെ ആദ്യം ഉള്ള മിക്സ്, അപ്പോൾ ഇത്രയും എടുക്കുമ്പോൾ തന്നെ നല്ല ക്വാണ്ടിറ്റി കിട്ടും. ഇതിന് ഞാനൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഞാനൊരു ബൗൾ വെച്ചു. ബൗളിലേക്ക് പൊടിച്ചെടുത്തതിടാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൊണ്ടുവന്നത് അത്രയും ഇതിനകത്തോട്ട് തട്ടി. ഇനി ഒരു പ്രാവശ്യത്തേക്കും കൂടെ ഉണ്ട്, നമുക്കതുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഇട്ടതിനെക്കാട്ടി കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ഇതുകൂടി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തതും പൊടിച്ചിട്ട് വന്നു. ഇതുകൂടെ നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. ഇനി എന്താ വേണ്ടേ? ഞാൻ ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പിട്ടിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടു. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് നല്ല ഡ്രൈ ആണ്, വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല. നമുക്ക് ചോറിൻ്റെ കൂടെ പറ്റിയ ഒരു ഒരു സൈഡ് ഡിഷാണ്. അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സെപ്പറേറ്റ് ഒരു വിഭവമായിട്ട് വേണമെങ്കിലും ഇതെടുക്കാം. ലൈക്ക് ചോറൊക്കെ കിട്ടുമ്പം, പൊതിച്ചോറൊക്കെ കിട്ടുമ്പം ചോറും ഈ ചമ്മന്തിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കറികളും കൂടെ ചേർത്ത് വാഴയിലയിൽ പൊതിഞ്ഞൊക്കെ എടുത്താൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി, വെറും ചെമ്മീനല്ല, ഉണക്ക കൊഞ്ച്, അതായത് കുട്ടി ഉണക്ക കൊഞ്ച്, ചെമ്മീൻ പൊടി എന്ന് പറയും, കൊഞ്ചുപൊടി എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കൊഞ്ചുപൊടി ചമ്മന്തി പൊടി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. നല്ല ഉപ്പുണ്ട്. എരിവ് നല്ല എരിവുണ്ട്. ശരിക്കും ഇത്ര എരിവ് വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്നതിനെക്കാട്ടിയും കൊഞ്ചുപൊടി ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എല്ലാം പറഞ്ഞു തന്നു. ഭയങ്കര വ്യക്തമായിട്ട് തന്നെയാണ് ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ഈസിയാണ്. പിന്നെ എരിവിൻ്റെ കാര്യം, ഇതിനകത്ത് ഒരുവിധം നല്ല എരിവുണ്ട്. നിങ്ങൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയോ ഇനി കൂട്ടണ്ട, കാരണം നല്ല എരിവുണ്ട്. കൂട്ടാൻ നിൽക്കേണ്ട. കുറച്ച് കുറയ്ക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ
മുളക് ചേർത്തത്. വേണമെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കാം, വറ്റൽമുളകിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഇഷ്ടപ്പെടും. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉള്ളൊരു നല്ല സൈഡ് ഡിഷായിരിക്കും. അപ്പോൾ രുചിയുടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.